സ്നേഹമുള്ളവരെ, ഏവർക്കും യാവക്ഷാമ എന്ന പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാലക്കാട് രൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ നേതൃത്വത്തിൽ ഈ വർഷം ലോഗോസ് ക്വിസിന് ഒരുങ്ങുന്ന പഠിക്കുന്നവരെ സഹായിക്കുവാനുള്ള ചെറിയ ഒരു പരിശ്രമമാണ് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുക. ഓരോ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകങ്ങളിലെ 2 അധ്യായങ്ങളായി ചെറിയ ചെറിയ എപ്പിസോഡുകളായി ചോദ്യോത്തര രൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന ഒരു പരിപാടിയാണ് ഇത്. പാലക്കാട് രൂപതയിലെ വിവിധ ഇടവകയിലെ കുഞ്ഞു മിഷണറിമാര് ഇതിന്റെ പങ്കാളികളായിട്ട് വരുന്നു. ഒരിക്കൽ കൂടി അവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തെക്കുറിച്ചാണ് ചിന്തിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം എന്ന് പറയുമ്പോൾ കേൾക്കാൻ അത്ര രസമുള്ള പേരുകളോ ഒരുമിച്ച് വായിക്കാനായിട്ട് രസമുള്ള ചരിത്രമൊന്നും പെട്ടെന്ന് നോക്കുമ്പോൾ കാണുകയില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ് ഈ പ്രാവശ്യത്തെ ലോഗോസിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് വരിക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വാഗ്ദത്ത ഭൂമിയിലെത്തിയ ഇസ്രായേൽ ജനം കൂടുതൽ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ ചർച്ചാ വിഷയമായിട്ട് പ്രധാനമായിട്ടും വരിക. ഇസ്രായേൽ ജനം ഗോത്രങ്ങൾ ഒരുമിച്ചും ഒറ്റയ്ക്കായിട്ടുമൊക്കെ തങ്ങളുടെ കൈവശ ഭൂമിയെ വിസ്തൃതമാക്കാൻ നടത്തിയ പോരാട്ടങ്ങളുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. 21 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ദൈവമായ കർത്താവുമായി വാഗ്ദാനം ചെയ്ത് ഏകദൈവ വിശ്വാസികളായിക്കൊള്ളാമെന്നും മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുകയോ പിന്നാലെ പോകുകയോ വിഗ്രഹാരാധകരാവുകയില്ല എന്നും തീരുമാനമെടുത്ത് വാഗ്ദാനം ചെയ്ത ശേഷമാണ് ഇസ്രായേൽ ജനം തങ്ങളുടെ യാത്ര തുടരുക. ഈ നാടോടികളായ ഇസ്രായേൽ ജനം വാഗ്ദത്ത ഭൂമിയിൽ കാനാൻ ദേശത്ത് എത്തിയപ്പോൾ അവരുടെ നാടോടികളായിരുന്നുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളോ വ്യത്യസ്ത രീതികളോ ഒക്കെ പരിചിതമാണെങ്കിലും തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്ത ഒരു ശീലം അവർക്ക് ഉണ്ടായിരുന്നില്ല. കാനാൻകാരാണെങ്കിൽ, കാനാൻ ദേശവാസികളാണെങ്കിൽ കൂടുതലും കൃഷിക്കാരുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാടോടികളായ ഇസ്രായേൽ ജനം കാനാൻകാരോട് ചേർന്ന് കൃഷിപ്പണികളിൽ ഏർപ്പെടാനായിട്ട് ആരംഭിച്ചു. ബഹുദൈവ വിശ്വാസികളായ കാനാൻകാരോട് ചേർന്നുകൊണ്ട് തന്നെ ഏകദൈവ വിശ്വാസം മറന്ന് മറ്റു ദൈവവിശ്വാസങ്ങളുടെ പലതിൻ്റെയും പിന്നാലെ പോകുന്നതായിട്ട് നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ ചരിത്രത്തിന്റെ കാലഘട്ടത്തെ പ്രധാനമായിട്ടും 4 ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ സാധിക്കും. ഒന്നാമത്തത് ജനത്തിന്റെ വിശ്വാസത്യാഗം. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കർത്താവിന്റെ ശിക്ഷ. കർത്താവിന് ശിക്ഷ അനുഭവിക്കുമ്പോൾ 3ാമത്തെ ഘട്ടമായിട്ട് വീണ്ടും അവരുടെ നിലവിളി, വീണ്ടും രക്ഷകന്റെ വരവ്. അങ്ങനെയാണ് ആ ചരിത്രത്തെ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുക. ഈ ന്യായാധിപന്മാർ എന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക ന്യായം വിധിക്കാൻ വന്നവരെന്നതാണ്. അതിനേക്കാൾ എല്ലാം ഉപരി യുദ്ധവീരന്മാരുടെ ഒരു പരിവേഷമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുക. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്നോ അല്ലെങ്കിൽ അത്തരം അരക്ഷിതാവസ്ഥയിൽ നിന്നോ ദൈവം രക്ഷിക്കാനായി ദൈവം അയച്ച 12 വീര പടയാളികളാണ് ന്യായാധിപന്മാർ എന്ന രീതിയിലാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു വയ്ക്കുക. ഈ പുസ്തകത്തെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. 1ാമത്തെ അധ്യായം 1 മുതൽ 3ാമത്തെ അധ്യായം 6-ാം വാക്യം വരെയുള്ളത് പ്രധാനമായിട്ടും ആമുഖ ചരിത്ര ഭാഗമായിട്ടും ചരിത്ര പശ്ചാത്തലമായിട്ടുമാണ് വിവരിക്കുക. 3-ാം അധ്യായം 7 മുതൽ 16-ാം അധ്യായം 31 വരെ ന്യായാധിപന്മാരുടെ ചരിത്രം, 12 ന്യായാധിപന്മാരുടെ ചരിത്രമൊക്കെയാണ് അവിടെ വിശദമായിട്ട് വിവരിക്കപ്പെടുക. 3ാമത്തെ ഭാഗമായിട്ട് വരിക 17-ാം അധ്യായം 1 മുതൽ
21 അധ്യായം 25 വരെയുള്ള ഭാഗങ്ങളാണ്. അതിൽ വരിക ദാൻ, ബെഞ്ചമിൻ ഗോത്രങ്ങളെ കുറിച്ചും അനുബന്ധമായ കാര്യങ്ങളുമാണ്. ആരംഭത്തിലെ സൂചിപ്പിച്ചതുപോലെ 21 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉള്ളതെന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. അല്പം കേൾക്കുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റാത്ത കുറെ പേരുകളും അതേപോലെ ചരിത്രമൊക്കെ ആണെങ്കിലും ബൈബിളിലെ ഓരോ വചനങ്ങളും ദൈവനിവേശിതങ്ങളാണ്, ശക്തി കേന്ദ്രങ്ങളാണെന്ന ചിന്തയോട് വേണം നമ്മൾ ഈ ബൈബിൾ പഠനം തുടരാനായിട്ടുണ്ടാകേണ്ടത്. ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ന്യായാധിപൻ വരിക എന്ന ചിന്ത സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ഒരേ കാലഘട്ടത്തിൽ തന്നെ ഒന്നിലധികം ന്യായാധിപന്മാർ ജീവിച്ച കാലഘട്ടവും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ ലോകോക്സിന്റെ പഠനഭാഗങ്ങളിൽ പങ്കാളികളാകാം. ഇനി ഓരോ 2 അധ്യായങ്ങളെ അധികരിച്ച് നമ്മുടെ രൂപതയിലെ, പാലക്കാട് രൂപതയിലെ കുഞ്ഞു മിഷണറിമാർ ഒരുക്കിയ ചോദ്യം ഉത്തരങ്ങളുമാണ് തുടർച്ചയായിട്ട് വരിക. നമുക്ക് ഭക്തിപൂർവ്വം പഠിക്കാം. ഈ ലോകോക്സ് ഒരു ദൈവാനുഭവമായിട്ട് മാറ്റാം. ദൈവാനുഗ്രഹത്തിന്റെ നീർച്ചാലുകളാണ് ഓരോ വചനമെന്ന തിരിച്ചറിവോടെ, പ്രാർത്ഥനയോടെ, ഭക്തിയോടെ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇനി 1-2 അധ്യായങ്ങളിലെ ഭാഗങ്ങൾ ചോദ്യോത്തര രൂപത്തിലുള്ളതാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. അത് കേട്ടും വായിച്ചും പഠിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ ചോദ്യം. ആരുടെ മരണത്തിനു ശേഷമാണ് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽക്കാർ കർത്താവിനോട് ആരാഞ്ഞത്? ഉത്തരം ജോഷുവ. 2. കാനാന്യരോട് യുദ്ധം ചെയ്യാൻ ആര് ആദ്യം പോകണം എന്നാണ് കർത്താവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഉത്തരം യൂദ ആദ്യം പോകട്ടെ. 3. ദൈവം ആരെയാണ് യൂദായുടെയും ശിമെയോന്റെയും കയ്യിൽ ഏൽപ്പിച്ചത്? ഉത്തരം കാനാന്യരെയും പെരിസ്യരെയും. 4. ബസേക്കിൽ വെച്ച് യൂദായും ശിമെയോനും എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരം 10,000 പേരെ. 5. ബസേക്കിൽ വെച്ച് ഏത് രാജാവിനോടാണ് യൂദായും ശിമെയോനും യുദ്ധം ചെയ്തത്? ഉത്തരം അദോണി ബസേക്ക്. 6. യൂദായും ശിമെയോനും അദോണി ബസേക്കിനെ കൊണ്ടുവന്നത് എവിടേക്ക്? ഉത്തരം ജെറുസലേമിലേക്ക്. 7. ജെറുസലേമിനോട് യുദ്ധം ചെയ്തതിനു ശേഷം ആരോട് യുദ്ധം ചെയ്യാനാണ് യൂദാഗോത്രം പുറപ്പെട്ടത്? ഉത്തരം നെഗബിൽ മലയോരങ്ങളിലും താഴ്വാരങ്ങളിലും താമസിച്ചിരുന്ന കാനാന്യരോട്. 8. പണ്ട് കിരിയാത്ത് അർബ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം? ഉത്തരം ഹെബ്രോൺ. 9. ദബീറിന്റെ പഴയ പേര്? ഉത്തരം കിരിയാത്ത് സേഫർ. 10. ദബീർ ദേശം പിടിച്ചടക്കിയത് ആര്? ഉത്തരം ഓത്നിയേൽ. 11. ഹോർമ എന്ന വാക്കിന്റെ അർത്ഥം? ഉത്തരം വിനാശം. 12. മലമ്പ്രദേശങ്ങൾ കൈവശമാക്കിയെങ്കിലും യൂദായിക്ക് താഴ്വാരം പിടിച്ചടക്കാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം താഴ്വര നിവാസികൾക്ക് ഇരുമ്പ് രഥം ഉണ്ടായിരുന്നതിനാൽ. 13. ബഥേലിനെതിരെ പുറപ്പെട്ടത് ആര്? ഉത്തരം ജോസഫിന്റെ ഗോത്രം. 14. ബഥേൽ നഗരം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്? ഉത്തരം ലൂസ്. 15. ഇസ്രായേൽക്കാർ പ്രബലരായപ്പോൾ അവർ ആരെക്കൊണ്ടാണ് അടിമവേല ചെയ്യിപ്പിച്ചത്? ഉത്തരം കാനാൻകാരെ കൊണ്ട്. 16. എഫ്രായിം ഗോത്രം ആരെയാണ് തങ്ങളുടെ ഇടയിൽ നിന്ന് പുറത്താക്കാതിരുന്നത്? ഉത്തരം ഗസേർ നിവാസികളായ കാനാൻകാരെ. 17. ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആര്? ഉത്തരം അമോര്യർ. 18. കാലബ് തൻ്റെ മകളെ ആർക്ക് വിവാഹം ചെയ്തു കൊടുക്കുമെന്നാണ് പറഞ്ഞത്? ഉത്തരം കിരിയാത്ത് സേഫർ
ആക്രമിച്ച് കീഴടക്കുന്നയാൾക്ക്. 19. ഏത് ഗോത്രമാണ് അമോര്യരുടെ മേൽ ശക്തി പ്രാപിച്ചത്? ഉത്തരം ജോസഫിന്റെ ഗോത്രം. 20. ന്യായാധിപൻ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? ഉത്തരം 36 വാക്യങ്ങൾ. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. 1-ാം ചോദ്യം. കർത്താവിൻ്റെ ദൂതൻ ഇവിടെ നിന്നാണ് ബൊക്കീമിലേക്ക് ചെന്നത്? ഉത്തരം ഗിൽഗാലിൽ നിന്ന്. 2. കർത്താവ് നൽകുന്ന ശിക്ഷയെക്കുറിച്ച് കർത്താവിൻ്റെ ദൂതൻ ഇസ്രായേൽ ജനത്തെ അറിയിച്ച സ്ഥലം? ഉത്തരം ബൊക്കീം. 3. ബൊക്കീം എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം വിലപിക്കുന്നവർ. 4. ന്യായാധിപന്മാർ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ജോഷുവയുടെ പിതാവ് നൂനിനെക്കുറിച്ച്. 5. ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ആരെയാണ് സേവിച്ചത്? ഉത്തരം ബാൽ ദേവന്മാരെയും അസ്തോർ ദേവതകളെയും. 6. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ അവിടുന്ന് അവരെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം കവർച്ചക്കാർക്ക്. 7. കവർച്ചക്കാരുടെ ആധിപത്യത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചത് ആര്? ഉത്തരം ന്യായാധിപന്മാർ. 8. എത്രാമത്തെ വയസ്സിലാണ് ജോഷുവ മരിച്ചത്? ഉത്തരം 110-ാമത്തെ വയസ്സിൽ. 9. ന്യായാധിപന്മാർ 2-ാം അധ്യായം 2-ാം വാക്യത്തിന് സമമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം? ഉത്തരം പുറപ്പാട് 34-ാം അധ്യായം 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 10. ന്യായാധിപന്മാർ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ? ഉത്തരം 23 വാക്യങ്ങൾ. 11. ജോഷുവയെ അടക്കിയത് എവിടെ? ഉത്തരം ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിവിനാത്ത് ഹെറീസിൽ അവൻ്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ. 12. ഇസ്രായേൽ ജനം വളരെ കഷ്ടത അനുഭവിച്ചപ്പോൾ കർത്താവ് എന്തു ചെയ്തു? ഉത്തരം ന്യായാധിപന്മാരെ നിയമിച്ചു. 13. ഏത് സ്ഥലത്ത് വെച്ചാണ് ഇസ്രായേൽ ജനം കർത്താവിന് ബലി അർപ്പിച്ചത്? ഉത്തരം ബൊക്കീമിൽ വെച്ച്.